സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്നാണ് റിപ്പോർട്ട്. മൺസൂൺ കാറ്റ് ദുർബലമായതോടെ കാലവർഷം ഇന്ന് എത്തില്ലെന്നാണ് പ്രവചനം. അതേസമയം മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ മന്ത്രിമാരും ജില്ലാ കളക്ടർമാരും പങ്കെടുക്കും. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അരുൺ. കാലവർഷം വൈകും വന്നാൽ തന്നെ അത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മഴ കുറവായിരിക്കുമെന്നുള്ളതും കൂടി റിപ്പോർട്ടുണ്ട്. ജലവൈദ്യുത പദ്ധതികളൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന് കൂടി ആശങ്കയുണ്ട്. എന്തായാലും നിലവിലുള്ള മഴ തുടരും, കാലവർഷം വൈകുകയാണെങ്കിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് പുതിയ അലർട്ട് അടക്കം? സുധി, ഇന്ന് സംസ്ഥാനത്ത് പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. പക്ഷെ അപ്പോഴും തെക്ക് കിഴക്കൻ അറബിക്കടലിലും കേരള തീരത്തോടും രൂപപ്പെട്ടുള്ള ന്യൂനമർദ്ദയുടെ ഭാഗമായി ഇന്നിപ്പോൾ വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കാണ് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അടുത്ത 3 മണിക്കൂർ പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ്, വയനാട് അടക്കമുള്ള ജില്ലകളിൽ നേരിയ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. പക്ഷേ അതേസമയം കാലവർഷം ഇത്തവണ വരാൻ വൈകുമെന്നുള്ളത് നേരത്തെ തന്നെ IMDയുടെ ഡയറക്ടർ നിത കെ ഗോപാൽ വ്യക്തമാക്കിയിരുന്നു. കാരണം കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്ത് മഴയുടെ അളവ് കുറവാണ്. ഈ 14 ജില്ലകളിൽ 8 ജില്ലകളിലെങ്കിലും 2 ദിവസം തുടർച്ചയായിട്ട് ശക്തമായിട്ടുള്ള മഴ ലഭിച്ചാൽ മാത്രം നിലവിൽ ഈ മൺസൂൺ കാറ്റ് ഈ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ യോഗം ഈ മന്ത്രിമാരുടെയും കളക്ടർമാരുടെയും യോഗം ഇന്നിപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചു ചേർത്തിരിക്കുകയാണ്. രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ യോഗം ചേരും. ഇതിൽ വേണ്ടപ്പെട്ട ഈ മുന്നൊരുക്കങ്ങൾ, അതിനുപരിയായിട്ട് ഈ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. മറ്റൊന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ കളക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. നിലവിൽ ഈ യോഗത്തിന് ശേഷം കളക്ടർമാർ അതാത് വകുപ്പുകളുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് സ്കൂൾ അടക്കമുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും എന്തൊക്കെ മുൻകരുതലുകൾ, എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നുള്ള യോഗങ്ങളിലേക്ക് കടക്കുക. എന്തായാലും വരുന്ന ദിവസങ്ങൾ ഈ കാലവർഷം വരാൻ വൈകുന്നത് കൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കെടുത്ത് മുന്നോട്ട് പോകും. അതേസമയം ഇന്ന് വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും എന്നുള്ളതാണ്. മൺസൂൺ കാറ്റ് ദുർബലമായിട്ടുണ്ട്, അതുകൊണ്ട് കാലവർഷം ഇന്നെത്തില്ല എന്നുള്ളത് കൂടിയാണ് പ്രവചനം.